നിങ്ങൾ രണ്ടുപേരെയും എപ്പോഴും സീരിയസ് ആയിട്ട് കാണുമ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടിയായിരുന്നു എനിക്ക്. അത് പറയാനിരുന്നതാ ഞാൻ. ഏട്ടത്തി ഞങ്ങളെയൊക്കെ വിട്ടുപോകുന്നു. നന്ദേട്ടൻ പോയതിന്റെ സങ്കടം ആരുടെ ഉള്ളിൽ നിന്നും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം തോന്നുന്നത്. എന്റെ അനിയത്തിക്കുട്ടി, അങ്ങനെയൊന്നും പേടിക്കണ്ട. എടുത്ത് നിങ്ങളെ വിട്ട് എവിടെ പോവാനാ? എന്റെ സന്ദീപേട്ടന്റെയും അമ്മയും ചേച്ചിയും സുഹൃത്തും ഗുരുവും ഒക്കെ ഏട്ടത്തിയാ. സത്യത്തിൽ ഏട്ടത്തിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നതേയില്ല. എനിക്കും അങ്ങനെ തന്നെയാ മോളെ. നിങ്ങളൊക്കെ അല്ലേ ഇപ്പൊ എന്റെ ലോകം. സച്ചേട്ടന് ഇങ്ങനെ തന്നെ ഏട്ടത്തി. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളാ. എല്ലാം ഉള്ളിലൊതുക്കും. അർച്ചനേട്ടത്തെ ജീവനേട്ടന്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല എന്ന് മാത്രം. സച്ചേട്ടനെ ഞാൻ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞു മോളെ. നമ്മൾ ആരും കരുതുന്ന ആളല്ല സച്ചേട്ട്. എന്നുവെച്ചാ? ഏയ് ഒന്നുമില്ല മോളെ. സച്ചേന്റെ മനസ്സിൽ എന്താന്ന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ലെന്ന് പറഞ്ഞതാ. ഞാൻ വെക്കുവാ. എന്നോടുള്ള അടങ്ങാത്ത ദേഷ്യം അനൂപേട്ടനിൽ കൂടിക്കൂടി വരുന്നുണ്ട്. പരസ്പരം ഒന്നും സംസാരിക്കാനുള്ള സ്പേസ് ഇല്ല. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ മൂലം അനൂപേട്ടന് പ്രഷർ കൂടുകയുള്ളൂ. ചെകുത്താനും കടലിനും നടുക്ക് വിട്ടുപോയ അവസ്ഥയിലായിപ്പോയല്ലോ. സച്ചേട്ടന് ഇന്നലത്തെ ഉറക്കം ശരിയായില്ല അല്ലേ? അവൾ അങ്ങനെയാ, കൂടെ കൂടിയ പിന്നെ മാറില്ല. സാരമില്ല, കുട്ടിയല്ലേ, നല്ല സ്മാർട്ടാ അവള്. ചിലതൊക്കെ പറയുന്ന കേട്ടാ നമ്മൾ അന്തം വിട്ടുപോകും. ബോറടിച്ചോ സച്ചേട്ടന്? ഹേയ്, അങ്ങനൊന്നുമില്ല. താ ഹാപ്പിയാണല്ലോ, അത് മതി. എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി സച്ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. താൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ ഒരംശം പോലും ആവില്ല എന്റെ അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് വേണ്ടി അത്ര അനുഭവിക്കുന്ന തനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? പകരത്തിന് പകരാണോ? അങ്ങനാണ് ഞാൻ തോറ്റു. ഒരു കാര്യത്തിലും തന്നെ തോൽപ്പിക്കാൻ എനിക്കാവില്ല. നമുക്കിടയില് ജയവും തോൽവിയൊക്കെ ഉണ്ട്. സച്ചേന്റെ കൈപിടിച്ച് കയറിയ അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നെ സച്ചേനെ എത്ര മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അതിന് നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. മനസ്സിലാക്കും തോറും താൻ പുതിയ ആളാകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതർത്ഥത്തിലാ? എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും. അർച്ചന എന്ന വ്യക്തി ഇന്ന് നെല്ലിശ്ശേരി കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവളായത് തന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് മാത്രം. സച്ചേൻ അങ്ങനെ മാത്രം പറയരുത്. അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ ജീവനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ, അല്ല നമ്മുടെ വീടാത്. അവിടുത്തെ ഓരോരുത്തരും എന്റെ പ്രിയപ്പെട്ടവരാ. ഞാനവിടെ നിൽക്കുന്നിടത്തോളം കാലമല്ല, എത്ര കാലം കഴിഞ്ഞാലും ആ വീടും അവിടുത്തെ ആളുകളും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. ഹലോ. ആ അതെ, ഞാനിപ്പോ വൈഫിന്റെ വീട്ടിലാ. അന്നത്തെ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഇഷ്യൂ ആണോ? അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കമ്പനി വക്കീലിനെ ഏൽപ്പിച്ചാണല്ലോ. അതിൽ കമ്പനിയുടെ ഭാഗത്തുനിന്നാണ് റെസ്പോൺസ് കൊടുത്തത്. നിങ്ങൾക്കത് കമ്പനിയുടെ ഓഫീസിൽ നിന്ന് കിട്ടും. അതിനിപ്പോ ഞാൻ വരണമെന്നില്ല. ശരി ശരി, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, ഞാനത് ഓർത്തില്ല. എനിക്ക് അത്യാവശ്യമായി ഒന്ന് കമ്പനി വരെ പോകണം. ചില ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. പോയേ പറ്റൂ അല്ലേ സച്ചേട്ടാ? വേറെ വഴിയില്ല. നമ്മൾ വന്നതേ ഏട്ടത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാ. താനൊരു കാര്യം ചെയ്യ്, ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പം റെഡിയായിട്ട് നിന്നാ മതി. എത്ര രാത്രിയായാലും ഞാൻ വിളിച്ചിട്ട് വരാം. ഈശ്വര,
എന്റെ ജീവൻ അവസാനിക്കും വരെ സച്ചേന്റെ ഭാര്യയായി സച്ചേനൊപ്പം ജീവിക്കാൻ കഴിയണേ. അച്ചു, എന്തുറ്റി അച്ചു? നീ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല എടുത്തേ. നല്ല പോലെ കരയുന്നത് നല്ലതാ അച്ചു. മനസ്സിലെ വിങ്ങലൊക്കെ മാറിക്കിട്ടും. പിന്നെ നമുക്കതല്ലേ മാർഗമുള്ളൂ. ഞാൻ കരഞ്ഞതൊന്നും അല്ല എടുത്തേ. നീ എന്തിനാ മോളെ എന്നോട് കള്ളം പറയുന്നത്? കരയുന്ന മുഖവും ചിരിക്കുന്ന മുഖവും എനിക്കെന്താ തിരിച്ചറിയാൻ പറ്റില്ലേ? എന്തിനാ നീ ഇപ്പൊ സങ്കടപ്പെടുന്നേ? 1-2 ദിവസം നിൽക്കുമെന്ന് കരുതി വന്നതാ എടുത്തേ. എന്നിട്ടിപ്പോ കമ്പനിയിൽ എന്തോ അത്യാവശ്യ കാര്യത്തിന് സച്ചേട്ടന് പോണോന്ന്. ഓ, അത്രേ ഉള്ളോ? നീ ആവശ്യപ്പെട്ടിട്ട് നിന്നെ കൊണ്ടുവന്നതല്ലോ. ഏതായാലും നിന്നെ ഇവിടെ കളഞ്ഞിട്ട് സച്ചി തനിയാണോ പോകുന്നത്? അല്ലല്ലോ. അല്ല, സച്ചേട്ടൻ ഇപ്പൊ ഓഫീസിൽ പോവും, എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവാന്ന്. ആ, അങ്ങനെയെങ്കിൽ നീയും സച്ചിയുടെ കൂടെ അങ്ങ് പോയാ പോരായിരുന്നോ? അല്ലെങ്കിൽ നിന്നെ വിളിക്കാൻ വേണ്ടി സച്ചി പിന്നെ ഇത്രയും ദൂരം തിരിച്ചു വരണ്ടേ? ഇനി പതുക്കെ എങ്ങാനും നിന്നെ വന്ന് വിളിച്ചോണ്ട് പോയാ മതിയെന്ന് സച്ചിക്ക് തോന്നിയാലോ? എടുത്തെന്താ അങ്ങനെ പറഞ്ഞേ? അതല്ല മോളെ, സച്ചി ഇപ്പൊ കമ്പനിയുടെ കാര്യത്തിനല്ലേ പോകുന്നത്. അതിനെ തുടർന്ന് എന്തെങ്കിലും യാത്രയോ മീറ്റിംഗോ ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാൻ വൈകില്ലേ? അതാ ഏട്ടത്തി ഉദ്ദേശിച്ച. ഇനി എടുത്തി പറഞ്ഞ പോലെ സച്ചേട്ടൻ പതുക്കെ വന്ന് വിളിക്കുമെന്നാണെങ്കിൽ പോലും എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ള അവകാശമില്ലേ? എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഇത് നിന്റെയും വീടല്ലേ. ഞാൻ എന്റെ അവസ്ഥ ആലോചിച്ച് നിന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിയ പിന്നെ നമ്മുടെ വീട് നമുക്ക് അന്യ. ഭർത്താവിന്റെ വീടും വീട്ടുകാരെ നമുക്കുള്ളൂ. അല്ല, ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാ, എത്രമാത്രം അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നോ അത്രയും ചേർന്ന് നിൽക്കണം. അതാണ് ബുദ്ധി. എടുത്തി പറയുന്ന ബുദ്ധിയൊന്നും അവിടെ വേണ്ട. അവർക്ക് എല്ലാവർക്കും എന്നെ ജീവന. ഭയങ്കര ജീവന. എന്നിട്ടാ ഡിവോഴ്സ് എന്നും പറഞ്ഞ് ഒരുത്തൻ നടക്കുന്നത്. കൂടെ കൊണ്ട് നടക്കുന്നത് കൊല്ലാനാണെന്ന് പോലും അറിയാത്തൊരു ജന്മം. എടുത്തി എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല മോളെ. നിന്റെ ഭാഗ്യത്തെ പറ്റി ഓർത്തു പോയതാ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധിക കാലമൊന്നും ആയില്ലല്ലോ. പുതുമോടി ആയതുകൊണ്ട് നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടാവും. നിന്നെ അവർക്കൊക്കെ ഭയങ്കര സ്നേഹവും ആയിരിക്കും. പക്ഷേ ഒരു 6 മാസം കഴിയുമ്പോ ഇതായിരിക്കും സ്ഥിതി. ചിലപ്പോ ഇതൊക്കെ മാറില്ലേ? അപ്പോ നീയൊരു പുതിയ മരുമകളല്ല. ആ സന്ദർഭത്തിൽ നിനക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാ നിന്റെ കൂടെ ആരൊക്കെ കാണുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്, സച്ചി പോകുമ്പോ നീയും കൂടെ തന്നെ പോകുന്നുണ്ടോന്ന്. അച്ചു മോളെ, ഒന്നും മനസ്സിലാകാത്ത പോലെയാണല്ലോ അച്ചു സച്ചി കാര്യങ്ങൾ പോകുന്നതും. രണ്ട് പെൺമക്കളും ഒരു മരുമോളും ഉള്ള വീട് എന്ന അടുക്കളയിലേക്ക് ഒരെണ്ണത്തിനെ കാണത്തില്ല. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എന്താ അമ്മ? ആ, മോളെ സച്ചിക്ക് ചായ കൊടുത്തായിരുന്നോ? കൊടുത്തമ്മ. മോളെ വേഗം റെഡിയാവേ. ഞാനിപ്പോ എന്തിനാ റെഡിയാവുന്നേ? സച്ചേട്ടൻ പോയിട്ട് വൈകിട്ട് വിളിക്കാൻ വരാന്നാ പറഞ്ഞു. അതിന് സച്ചി എവിടെ പോകുന്നു? അമ്മ എന്നോട് എവിടെ പോകുന്നതിന് വേണ്ടിയാ റെഡിയാവാൻ പറഞ്ഞേ? നിന്റെ കല്യാണം യാതൊരു തടസ്സവും കൂടാതെ നടക്കാനായിട്ട് ഒരു വഴിപാടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ. എന്നാ പിന്നെ ഇന്ന് പോയേക്കാൻ അങ്ങ് തീരുമാനിച്ചു. സച്ചേട്ടൻ അത്യാവശ്യമായിട്ട് കമ്പനിയിൽ പോകാൻ റെഡിയാവുക. കമ്പനിയിലേക്കോ? ആ, ഇപ്പൊ ഫോൺ വന്നു.
എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കാന്ന്. മോളെ, നീ സച്ചിയോട് ഒന്നിച്ചെന്ന് പറ. അമ്പലത്തിലെ കാര്യം ഇങ്ങനെ നീട്ടി വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല അമ്മ. മാത്രമല്ല കമ്പനിക്കാരിയല്ലേ. അതെന്താ നീ പറഞ്ഞ കേൾക്കാത്തത്? മോളെ, ഇതും അത്യാവശ്യമുള്ള കാര്യം തന്നെയാ. അമ്മയൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറയുന്നതിനേക്കാളും അമ്മ പറയുന്നേ നല്ലത്. നീ ഇങ്ങനെ പൂച്ച പോലെ ഇരുന്നു. എടി, നിന്റെ ഭർത്താവിനോട് നീയല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അതെ, എല്ലാ കാര്യത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല. പറയാനുള്ളത് നേരിട്ട് പറയണം കേട്ടോ. കുറച്ചൊക്കെ ഭർത്താവിന്റെ മേൽ ഭാര്യയ്ക്കും അധികാരം വേണം. അതിപ്പോഴേ നോക്കിയില്ലെങ്കിലേ പിന്നെ നടക്കില്ല. അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ. അമ്മയുടെ തോന്നലല്ല, അനുഭവമാ. ഒത്തിരി കണ്ടും കേട്ടു അറിഞ്ഞതാ. ഭർത്താക്കന്മാരുടെ മനസ്സേ ഒരു തരത്തില് കളിമണ്ണ് പോലെയാ. അതെങ്ങനെ വേണമെങ്കിലും വാർത്തെടുക്കാം. അതേത് രീതിയിൽ വാർത്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഭാര്യയുടെ കഴിവാ. അതനുസരിച്ച് ഭർത്താവ് മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഭർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് കട്ട പിടിച്ച് കിടക്കും. മനസ്സിലായോ? നിന്റെ ഭർത്താവ് ആകാശത്തൊന്നും പൊട്ടി വീണോന്നുമല്ലല്ലോ. മോളെ, തിരക്കില്ല എന്നല്ല പറയുന്നത്. അതിനിടയ്ക്ക് നീ പറയുന്നതും കൂടെ കേൾക്കാൻ കഴിയണ്ടേ? ക്ഷേത്രത്തിലെ കാര്യങ്ങളാ. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോ യാതൊരു മുടക്കവും കൂടാതെ ഭംഗിയായി നിന്റെ കല്യാണം നടത്തി തന്നതേ ദേവിയാ. അവിടെ പോണം, പ്രാർത്ഥിക്കണം, വഴിപാട് തീർക്കണം. നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെന്ന് പറയാം സച്ചിയോട്. കാര്യം എന്റേത് മാത്രം ആയിപ്പോയല്ലോ. എന്തായാലും ഈ തിരക്കിനിടയിൽ നിങ്ങൾ വന്നല്ലോ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെന്നൊരാലോചന. സച്ചിക്കിന്ന് പോയാലേ പറ്റൂ. ഞാൻ അർച്ചനയോട് സംസാരിക്കാൻ പറഞ്ഞതാ. അപ്പൊ അവക്കൊരു മടി. അങ്കിൾ ഇന്ന് പോവേണ്ട അങ്കിളെ, നമുക്കിവിടെ അടിച്ചു പൊളിച്ച് കഴിയാം. രാത്രി ഞാൻ വേറൊരു കഥ കൂടെ പറഞ്ഞുതരാം. പിന്നെ ഒന്ന് പോടി. നിന്റെ കൂടെ കുഞ്ഞു കളിക്കാനല്ലേ സച്ചി വന്നത്? നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മോനെ. കുടുംബക്ഷേത്രത്തിൽ ഒരു വഴിപാട്. സച്ചിക്ക് അതിലൊന്നും വിശ്വാസം കാണില്ല അച്ഛാ. കഷ്ടപ്പാടും ദുരിതവും ഉള്ളവർക്കല്ലേ ദൈവങ്ങളും വിശ്വാസങ്ങളും പൂജയും വഴിപാടും ഒക്കെ ഉള്ളൂ അല്ലേ? വിശ്വാസക്കുറവല്ല മീരയെടുത്തി. എപ്പോഴും ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങാറില്ലെന്നേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ ആവശ്യത്തിലധികം ഭക്തിയുണ്ട്. അത് വേണം മോനെ. എല്ലാ ഈശ്വരൻ തരുന്നതല്ലേ. ദാ, നിന്നെ ഞങ്ങൾക്ക് തന്നതും ആ ഈശ്വരൻ തന്നെയാ. സച്ചിയെങ്കിൽ സൂപ്പർ അമ്പല. എന്ത് രസാന്നറിയോ ഇവിടെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. എന്നാ പിന്നെ നമ്മള് കുടുംബം മൊത്തമായിട്ടൊന്ന് പോയിട്ട് വന്നാലോ എന്നൊരാലോചന. കമ്പനി കാര്യങ്ങളായതുകൊണ്ടാണ് നിർബന്ധം പറയാത്തത്. മോന് വേറെ ഏതെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്ന് തൊഴുതിട്ട് വരാമായിരുന്നു. സച്ചേട്ടന് കമ്പനിയിൽ അത്യാവശ്യമുള്ളതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. അച്ഛൻ്റെ എല്ലാ പിറന്നാളിലും ഞങ്ങൾ പോയി നേർച്ചയും വഴിപാടുകളും ഒക്കെ നടത്താറുണ്ട്. ഇതിപ്പോ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പിറന്നാളല്ലേ. ഒന്ന് സമ്മതിക്കണ്ട അങ്കിളെ. കണ്ടോ കണ്ടോ, അച്ഛൻ ആന്റി സമ്മതിക്കാത്തോണ്ടാ സച്ചിയെങ്കിൽ സമ്മതിക്കാത്ത. ദേ ഇപ്പൊ ആന്റി കണ്ണോട് കാണിച്ചല്ലോ. സമ്മതിക്ക അങ്കിളെ. ഞാനായിട്ട് ഇനി നിങ്ങളുടെ സന്തോഷം കെടുത്തുന്നില്ല. നമുക്കിപ്പോ അമ്മ കണ്ടോ, അർച്ചന പറഞ്ഞപ്പോഴാ സച്ചി സമ്മതിച്ചത്. നമ്മൾ അർച്ചനയോട് പറഞ്ഞപ്പോ ഇല്ല, സമ്മതിക്കില്ല, തിരക്കാന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞതല്ലേ. ഭാര്യ പറയുന്നതും കേക്കണ്ടേ. അതൊരു നല്ലൊരു ഭർത്താവിന്റെ ഗുണമാണ്. അച്ഛൻ സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുവാണല്ലേ. ആരെങ്കിലും ഒക്കെ തരണ്ടേ മോളെ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന് ഒരു ഗുണമില്ല എന്റെ മുത്തശ്ശ. അമ്മ പറയുന്നതൊന്നും കേൾക്കലില്ല. ഞാൻ പറയും. നിന്റെ വലിയ വയലെ വർത്താൻ ഞാൻ ഇന്ന് ശരിയാക്കി തരാം. വന്ന് റെഡി ആയിക്കേ. ഇങ്ങോട്ട് പാടി. അപ്പൊ വേഗം റെഡിയാവൻ നോക്കച്ചു. മോളെ, സച്ചിക്ക് മുണ്ടും ഷർട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തു കൊടുക്കണേ. സച്ചേട്ടാ, ഒത്തിരി ഒത്തിരി താങ്ക്സ് ആണെങ്കിൽ അത് വേണ്ട. നമുക്കിടയിൽ അതില്ലല്ലോ.
തന്റെ സന്തോഷങ്ങൾക്ക് ഞാൻ തടസ്സമാവാൻ പാടില്ലല്ലോ. ഞാൻ സച്ചേട്ടനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കാം. മനസ്സിലെ ഒരാഗ്രഹവും പ്രാർത്ഥനയായിരുന്നു സച്ചേട്ടനെ കൂട്ടി ക്ഷേത്രത്തിൽ പോണമെന്ന്. ഈശ്വരൻ അതും എനിക്ക് സാധിച്ചു തന്നു. എന്റെ കൂടെ അപ്പൊ ഈശ്വരനുണ്ട്, അത് മതി എനിക്ക്. നിന്റെ ആഗ്രഹം നടന്നല്ലോ. അച്ചുവാന്റിയുടെ കൂടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയില്ലേ? എവിടെ ഇപ്പൊ അച്ചുവാന്റി പഴയതുപോലൊന്നും അല്ല. അതെന്താ? മുമ്പൊക്കെ എന്തോരം കഥകൾ പറഞ്ഞുതരും. ഇന്നലെ ഒന്നും പറഞ്ഞില്ല. അങ്കിളിനോട് ചോദിച്ചപ്പോ കഥ അറിയില്ല പോലും. പിന്നെ അവർക്ക് വേണ്ടി ഞാൻ ആ കഥ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കഥ അമ്മക്ക് കേൾക്കണം. അതല്ല മോളെ, ഇന്നലെ മോൾ ആരുടെ കൂടെയാ കിടന്നത്? അതെന്ത് ചോദ്യം അമ്മേ? അച്ചുവാന്റിയുടെയും അതൊക്കെ അറിയാടി. ആന്റിയുടെ കൂടെയോ അതോ അങ്കിളിന്റെ കൂടെയോ? എന്റെ അമ്മേ, രണ്ടുപേരുടെയും കൂടെ. ഞാൻ അവരെ നടുക്കാ കിടന്നത്. അതെയോ? പിന്നെ അവരെന്ത് ചെയ്തു? എന്താന്ന് വെച്ചൊന്ന് പറയടി കുണുങ്ങാതെ. അവരെന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ അവരുടെ നടുക്ക് കിടന്നു. എന്നിട്ട് ഇത് അച്ചുവച്ചിന്റെ കൈ, ഇത് സച്ചങ്ങളുടെ കൈ. ഇത് രണ്ടും കൂടെ അവിടെ ചേർത്ത് വെച്ചു. അച്ഛാ, ഇന്നലെ ആന്റിയുടെ കൂടെ ഞാൻ കിടന്നപ്പോ എന്തൊക്കെ കണ്ടു ചോദിച്ചു ഈ അമ്മനെ തല്ലുവാ. നിനക്ക് നാണമില്ലടി കൊച്ചുങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ കാര്യങ്ങൾ അറിയാനുള്ള ഐഡിയ? വളരെ മോശമായി പോയി. അതെ, മോശം തന്നെയാ. എന്ന് പിന്നെ നിങ്ങൾ ഒരു ഐഡിയ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇങ്ങനെ തിളയ്ക്കാൻ മാത്രമല്ലേ അറിയൂ. എന്നാലും കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാ അവളെന്ത് കരുതും? ആരോടെങ്കിലും പോയി പറയില്ലേ? അതല്ലെങ്കിൽ അവനോട് അവളോട് പോയി പറഞ്ഞാലോ? തൂങ്ങിച്ചാവുന്നല്ലേ അതിന് നല്ലത്. അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇനി നിങ്ങളായിട്ടൊന്നും എഴുന്നള്ളിക്കാതിരുന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും അവര് തമ്മിൽ ഇപ്പോഴും വഴക്കാണോ അതോ സ്നേഹത്തിലാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു പോയതാ. ക്ഷമിച്ചുകളാ. നീ ഇനി അധികം ഗവേഷണം നടത്തി നാറ്റിക്കണ്ട, മനസ്സിലായോ? അനൂപേ, രണ്ടുപേരൊന്ന് വേഗം റെഡിയായിട്ട് വാ. എല്ലാരും കൂടെ അമ്പലത്തിൽ പോണം. അമ്പലത്തിലോ? എന്താ, അമ്പലമൊന്നും നീ കേട്ടിട്ടില്ലേ? അർച്ചനയും സച്ചിയും വരുന്നുണ്ട്. വേഗം റെഡിയാവ്. ഞാനങ്ങ് വരുന്നില്ല. അതെന്താടാ? ഞാൻ വരുന്നില്ല, അത്ര തന്നെ. നിങ്ങളെല്ലാരും കൂടെ പോയിട്ട് വാ. എനിക്ക് കമ്പനിയിൽ കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. അതെ, നിന്നേക്കാളും വലിയ കമ്പനിയുടെ ഒരു മുതലാളിയാണ് നിന്റെ അളിയൻ. ഓ, അതിനേക്കാളും വലിയ തിരക്കൊന്നുമില്ലല്ലോ നിനക്ക്. വെറുതെ എല്ലാവരുടെ മനസ്സമാധാനം കളയരുത്, പറഞ്ഞേക്കാം. കേട്ടല്ലോ, വെറുതെ നാണം കിടാൻ നിൽക്കണ്ട. మగమరి సరి సని పని సగమ పని సని మగమ మగమరి సరి సని పని సగమ పని సని సరి సని సగ గమరి సని సరి సని సగ గమరి సని పని సని ప మాప మగమరి సరి గమ పని సరి సని మగ. മോൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഞാനങ്ങനെ പൊതുവെ ക്ഷേത്രങ്ങളിലൊന്നും പോവാറില്ല. നല്ല ശക്തിയുള്ള ദേവിയാ. നമ്മൾ എന്താഗ്രഹം പറഞ്ഞ് ദർശനം നടത്തി വഴിപാട് നേർന്നാലും അത് അച്ചിട്ടാ. സച്ചിങ്കൾ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്.
പറഞ്ഞിരുന്നില്ലേ, നിങ്ങളുടെ കല്യാണം പോലും ഇവിടുത്തെ ദേവിയുടെ കടാക്ഷാണെന്നാ ഞങ്ങൾ കരുതുന്നത്. ഹായ് ആന. എല്ലാം അറിയുന്ന ദേവി, എൻ്റെ മനസ്സിലെന്താണെന്ന് പറയാതെ അറിയുന്ന ദേവി, എനിക്കെൻ്റെ അമ്മൂനെയും പിന്നെ അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണേ.